നീ പായോടെ ഇരിക്കട്ടെ. കാട്ടേജി കിടക്കാം 2 ദിവസം. കാട്ടേജി കിടക്കാം 2 ദിവസം കഴിഞ്ഞിട്ട് പായ വിട്ട് തറ കിടക്കാം. നീ ഇവിടെ ഇരിക്കട്ടെ. ഇത്രയും ദിവസം പായില്ലായിരുന്നല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് കിടക്കാം തറയില്. ഞാൻ കട്ടില് കിടക്കാം 2 ദിവസം കഴിഞ്ഞിട്ട് കട്ടില് കിടക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് തറയെ കിടക്കാം. തറയെ വിരിച്ച് തറയെ കിടക്കാം. ഇപ്പൊ ഇന്ന് കട്ടില് കിടക്കാം. കണക്കും മെയിലിരിക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കാം. ഉണ്ടാ പായോടെ ഇരിക്കണേ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് പായ വെച്ച് കിടത്താതെ കിടക്കണം. ചോദിച്ചേ പായ്ക്ക് വേണ്ടിട്ട് അടിയുണ്ടാക്കിട്ട് എന്തരായോ എന്തോ. എന്തോന്ന് വെട്ടി ചുമ്മാ ഇടന്ന് കുരയ്ക്കണത്? പായ്ക്ക് വേണ്ടിട്ട് എന്തരായിരുന്നെന്ന്. അയ്യോ കട്ടില് കിടക്കണ. എന്റെ ഭഗവാനെ, ഈ അടി എത്രയും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കട്ടില് കിടക്കണ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് തറ കിടക്കാം. അയ്യോ പിന്നെ ഈ കാണിച്ച ബഹളങ്ങളൊക്കെ ഇന്ന് ഇപ്പൊ കട്ടില് കിടക്കാം. പിന്നെ നിങ്ങൾ ഇന്ന് ഈ ബഹളം അത്രയും കാണിച്ച ആഹാരവും കഴിക്കാതെ വെള്ളവും കുടിക്കാതെ ഇരുന്ന് പാവാഞ്ചെന്തിന്? 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ച് തറ കിടക്കാം. നിന്ന് കിടക്ക. ഇന്ന് വയ്യ. ഇന്ന് രാവിലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, പായിലെ ഇനി കിടക്കോളൂ എന്നല്ലേ പറഞ്ഞത്? എന്നെങ്കിലും പായ വാങ്ങിച്ച് എന്നായാലും വെച്ചോളൂ. എന്നാലും ഇതെന്ത് ബഹളവും. അപ്പൊ ഇന്ന് തറയിൽ കിടക്കണില്ലേ? ഇന്ന് കട്ടില് കിടക്കാം. അയ്യോ രാവിലെ പായ്ക്ക് വേണ്ടിയിട്ട് എന്തോ സമരം ഒരുന്ന്. ആ പാ വാങ്ങിപ്പിച്ച് എന്നെ ജോലി പോലും തീർക്കാൻ സമ്മതിക്കാതെ പായം വാങ്ങിപ്പിച്ചിട്ടേ സമാധാനപ്പെട്ടോളൂ. എന്നിട്ടിപ്പോ നോക്കിയാണെ കയറി കട്ടി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ തറയെ കിടക്കാം. ഇതൊരു കഷ്ടവുമാ നിങ്ങളെ കാര്യം. ഈ ബഹളം മുഴുവൻ കാണിച്ചിട്ട് കട്ടിൽ കയറി കിടക്കണമൊക്കെയാണ്. വെറുതെ ഒരു പാ വാങ്ങിച്ച്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ നിങ്ങൾ തറയിലൊന്നും കിടക്കൂല, കട്ടിലേ കിടക്കുള്ളൂന്ന്. എന്റെ പാട്ടിന് പോ. ഞാനിപ്പോ കിടക്കാം. എന്റെ പാട്ടിന് പോ. ഇവിടെ വഴക്കണം ഉണ്ടാക്കണം. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ലല്ലമ്മ. ഈ ബഹളം വെച്ച് വാങ്ങിപ്പിച്ചിട്ട് ഇന്ന് കട്ടിലേ കിടക്കാം. കട്ടിലേ കിടക്കണം. ഒരു പായ ഇവിടെ ഇരിക്കരി. നാളെ വരിച്ച് കിടക്കാം. ഇത് തന്നെ അങ്ങേര് പറഞ്ഞത്. നിങ്ങളെ താളത്തിന് തുള്ളണ്ട, തുള്ളിയ ഇത് തന്നെ അവസ്ഥയാണ്. വെറുതെ ആണ് കൊച്ചു വരണം. ഇതാര് കയ്യില് ടിൻറ്റുവാ? ഇവിടാ അച്ചാമ്മ പാ വാങ്ങിച്ചു. എന്നിട്ട് അച്ചാമ്മ പായല് കിടക്കണില്ല. അപ്പൊ അമ്മ അങ്ങനെ കാര്യം ചോദിക്കാൻ വന്ന. ഇഞ്ഞ് വാ കുഞ്ഞു വാ. കട്ടിലേ കിടക്കണോളൂ. നീ എഴുതി പോ. ഞാൻ കട്ടിലേ കിടക്കണോളൂ. ശരി, പിന്നെ നിങ്ങൾ എന്തോ ചെയ്. ഞാൻ എന്റെ പാട്ടിന് പോണു. കിടക്കാറായപ്പ കിടക്കണില്ലേ? മരുന്ന് തിന്നില്ലേ? ഓ മരുന്ന് തിന്നാതെയാണ് വന്ന് കിടന്നത്. മരുന്ന് തിന്ന് എണ്ണയൊക്കെ തേച്ചും കൊണ്ടേ ഭയങ്കര ബ്രൂട്ടിയാണ് ഇപ്പൊ. എണ്ണയൊക്കെ തേച്ചോണ്ടേ കിടക്കോളൂ. മാലോണ്ട് പറഞ്ഞ ആദ്യം ഈ കിട്ടിയിരിക്കുന്ന മാല ഈ ഇട്ടിരിക്കുന്ന മാല മര്യാദക്കിട്. എന്നാലേ വേറെ മാല ഞാൻ തരുള്ളൂ. ഇപ്പൊ പുതിയ മാലയെ പിടിച്ചിരിക്കുന്ന ഭഗവാനെ.
അയ്യോ ഈ പായൊക്കെ ഒന്നുമില്ലെങ്കിൽ 10-200 രൂപയ്ക്കകത്തേ ഉള്ളൂ. മാലക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്തോ. ഇപ്പൊ രാത്രി ആകുമ്പോഴത്തേക്കും എണ്ണയിടും, എണ്ണയിടും. എണ്ണ ഇട്ട് തേച്ച് പറ്റിച്ചിട്ടേ വന്ന് കിടക്കുള്ളൂ. എണ്ണ ഏതാണെന്ന് അറിയാമല്ലോ, ഞാൻ പറയില്ല, ആദ്യ എലിക്സറിന്റെ എണ്ണയില്ലേ, അതിപ്പോ രാത്രി തോറും തേച്ചുകൊണ്ടേ കിടക്കുള്ളൂ. അത് തേച്ചുകൊണ്ട് കിടന്നിട്ടാണ് അമ്മയ്ക്ക് മാറ്റം വന്നതേ. സ്കിൻ കെയർ ഓയിൽ സൂപ്പർ ആണ് കേട്ടോ, എനിക്ക് നല്ല റിസൾട്ട്. അത് മാറിയല്ലോ, ഇങ്ങനെ ഇരുന്നത്. മൂക്കിന്റെ ഇവിടുത്തെ പാടൊക്കെ മാറിയല്ല, മൂക്കിന്റെ ഇവിടുത്തെ പാട്, നെറ്റിയിലെ പാടൊക്കെ പോയല്ല. നെറ്റിയിലെ ഭാഗത്തൊക്കെ പോയി. അമ്മ ഈ എണ്ണ എന്ന് പറയുന്നത് ഇട്ട ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടൂല. ഇപ്പം ഈ ഒരു മാസത്തോളം അമ്മയ്ക്ക് ഉപയോഗിക്കുന്നേ, 3-4 ആഴ്ചയോളായി. അപ്പൊ ഈ 3-4 ആഴ്ച കൊണ്ട് ഇട്ടിട്ട് അമ്മയുടെ കറുത്ത പാട് മുഴുവൻ മാറി. ഇനി ആകെ ഉള്ളതെന്ന് പറയുന്നത് ഈ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് മാറുക. ഇപ്പൊ അമ്മ വിചാരിക്കുന്നത് ഇന്നിട്ട ഉടനെ നാളെ റിസൾട്ട് വരുമെന്നും പറയണം അമ്മ ഇരിക്കണം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, എണ്ണയില് നല്ല മാറ്റമുണ്ട്. കാര്യം അമ്മയുടെ കുറെ പാടുണ്ടായിരുന്നല്ലോ, മുഖത്തെ പാടുകൾ, വീണും ഒക്കെ കുറെ പാടുണ്ടായിരുന്നു. ആ പാടുകളെല്ലാം പോയി. പക്ഷെ എന്തായാലും ഇപ്പൊ നല്ല റിസൾട്ട് ഉണ്ട്, നല്ല മാറ്റമുണ്ട്. ഇനി അത് തന്നെ അങ്ങ് ഇട്ടോണ്ടിരിക്കണം. ഇപ്പൊ എന്നും രാത്രി ആകുമ്പോ കൊച്ചു തന്നല്ലേ, ഒന്ന് വാങ്ങിച്ചൂടെ അമ്മ? അതിന്റെ ഇലക്ക് ഇങ്ങനെ അയ്യോ. പിന്നെ ഇതിന്റെ കായൊക്കെ പറിച്ച് തിന്നണതാര്? ദയ്യം. ഇതിന്റെ കാ മുഴുവൻ പറിച്ചു തിന്നും. ഇച്ചിരി ചുമപ്പ് നിറം വരുമ്പോഴത്തേക്കും ഇത് മറ്റേ ചേട്ടൻ ആരോ പറ്റിച്ചാണ് സ്വീറ്റ്, നമ്മുടെ ചെറിയെന്നും പറഞ്ഞ് കൊടുത്തത്. ഇത് മറ്റേ സ്വീറ്റ് ചെറിയ അങ്ങനെ എന്തോണത്. പക്ഷെ നിറയുണ്ട്, കായ്ക്കും. ഒരു കുഴപ്പമുള്ളൂ, വായി തൊടാൻ പറ്റാത്ത പുളിപ്പ്. അമ്മയാണ് ഇതിൽ മുഴുവൻ പറിച്ചു തിന്നണം. ഇച്ചിരി ചുമന്ന കളർ വരുമ്പോ പോയി പറിച്ചു തിന്നാ. എന്നിട്ട് ഇപ്പൊ കൊച്ചു എടുത്തപ്പോ വേണ്ടെന്ന്. ഇത്ര നല്ല എണ്ണയൊക്കെ കിട്ടണ അത് അവര് നമ്മളെ വിളിക്കും അമ്മ. ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ട് പറയും അവരുടെ ഇത്രയും നല്ല സാധനങ്ങളുണ്ട്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വാങ്ങിച്ചത് ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പാകുമ്പോ മാത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. മനസ്സിലായ? അങ്ങനെ അയച്ചിരും. നീ പരസ്യം ചെയ്യണ? പരസ്യമല്ലമ്മ, നമുക്കിപ്പോ നല്ലൊരു സാധനം കിട്ടിയാ നമ്മൾ അത് കൊള്ളാന്ന് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താലല്ലേ എല്ലാവർക്കും ഇത് കിട്ടുള്ളൂ, അല്ലേ? ആണല്ലേ? ഇപ്പൊ ഈ ഒരു സാധനം ഇത് കഴിച്ചാ പുളിപ്പാണ്, അല്ലെങ്കിൽ പഴുത്തിട്ട് കഴിച്ചാ രുചിയുണ്ടോ, എന്തൊക്കെയാണെന്ന് ഞാന് ഇത് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റൂ. അതുപോലെ ഒരു എണ്ണയാണെങ്കിലോ ഉടുപ്പാണെങ്കിലോ ഒക്കെ ഞാൻ വാങ്ങിച്ച് ഇട്ട് കഴുകിയൊക്കെ നോക്കുമ്പോ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്നറിയുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരും അത് വാങ്ങിക്കും. മനസ്സിലായാ? നമ്മൾ നല്ല നല്ല സാധനം മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എല്ലാവർക്കും വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാരും വാങ്ങിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല സാധനം മാത്രമേ കൊടുക്കുള്ളൂ. മനസ്സിലായ? എന്ത് മനസ്സിലായി? നല്ല നല്ല എണ്ണയാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഈ എണ്ണയുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുത്തല്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തല്ല ഈ എണ്ണ ഇടണം, നല്ല നിങ്ങളെ മുഖം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തല്ല ഞാൻ. നീ എങ്ങനെ പറഞ്ഞു കൊടുന്നേ? നീ എങ്ങനെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കണ? ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കും. അവര് ഇല്ലേ, അതെങ്കിലും ഒന്ന് പറഞ്ഞാലും ഇപ്പൊ നാട്ടുകാർ ശ്രദ്ധിക്കുള്ളൂ. അമ്മ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കും. അതെ, ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കോ? ഓ അങ്ങനെയാ കേക്കണം. ഓ നമ്മൾ വേണ്ട ഈ ഫോട്ടം പിടിക്കണം നിങ്ങൾ പറയണില്ലേ? ഈ ഫോട്ടം പിടിച്ച് ഞാൻ എന്റെ ഫോണിൽ കൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും? എല്ലാവർക്കും കാണാൻ പറ്റും. മാഡം, ഇവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്യണത്. ഒന്ന് വാടച്ചു വെക്കോ. എന്തൊരു എടുത്തെറിഞ്ഞ് എവിടെയൊക്കെ ഇടണ? ഇപ്പൊ പേടിയൊന്നുമില്ല. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു, ഇപ്പൊ പേടിയൊന്നുമില്ല. ഇന്നലെ രണ്ടും കൂടെ ഞാൻ നോക്കിയപ്പോ കാര്യമായിട്ട് ചർച്ച ചെയ്യണ്. പട്ടിക്കൂടിന്റെ അവിടെ എവര് പോയിരിക്കുന്നു, അതിന്റെ അടുത്ത് എവള് പോയിരുന്നിട്ട് അച്ഛമ്മ എനിക്ക് അമ്മ ഒന്നും തന്നില്ല, ചോറ് ഇന്നലെ ചോറ് വെച്ചില്ല. ചോറ് വെക്കാത്ത വേറെ ഒന്നുമല്ല, മിനഞ്ഞാന്ന് വെച്ച ചോറൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു.
ഒന്നും ഈ ഒറ്റ എണ്ണം കഴിക്കൂല. ഇവിടെ ആകെ ആഹാരം കഴിക്കുന്നത് അമ്മ മാത്രമാണ്, വേറെ ആരും കഴിക്കൂല. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്തിനത് വച്ച് തട്ടണം പറഞ്ഞിട്ട് ഇന്നലെ ഒന്നും വെച്ചില്ല. പഴങ്കഞ്ഞി ഉച്ചക്ക് കഴിച്ചിട്ട് രാത്രി എല്ലാരും പഴങ്കഞ്ഞി ഉച്ചക്ക് കഴിച്ചിട്ട് രാവിലെ ബ്രെഡും പൊരിച്ച് രാത്രി അമ്മയ്ക്ക് പുട്ട വെച്ചെടുത്ത് നമ്മള് ചേട്ടൻ പുട്ട് കഴിച്ച് ഞങ്ങള് ഉദയന്നൂര് അമ്പലത്തില് ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ അതുകൊണ്ട് ഇന്നാണ് ആഹാരം വെച്ചത്. ഇവന് ഇത് ആഹാരത്തിന്റെ കാര്യം പറയാൻ കാര്യം എന്ത്? എന്തിനാ എന്തോ പറഞ്ഞ മറന്നുപോയി. എന്തിനാ എന്തോ പറഞ്ഞത്? തിന്നില്ലെങ്കിലും ഞാൻ വെച്ചുതരാം വെച്ചുതരാം എവരാരും തിന്നില്ലെങ്കിലും എനിക്ക് വെച്ചുതരണമെന്ന്. നീ അയച്ചു പോ. എന്ന് അമ്പലത്തിൽ പോണ? ഏതമ്പലത്തില്? ഏതമ്പലത്തില്? മക്കളെ നാളെ പോണം. ദൂരെ ഒരു അമ്പലത്തിൽ എന്ന് പോണ? ദൂരെ പോണം. അത് അത് പറഞ്ഞപ്പോഴെ എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ, കെട്ടാരക്ക എന്ന് വരും എന്ന് വരുമെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഉടനെ മിക്കവാറും ഈ ഒരാഴ്ച തന്നെ വരും. വരാനായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഓരോരോ തിരക്കുകളാണ് പറ്റണില്ല. അപ്പൊ അതുകൊണ്ട് വരണം. കാര്യം വരണം. കൊട്ടാരക്കര ഗണപതി കോവിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പോവാൻ. ഉടനെ വരും നമ്മള്. ഉടനെ പോവാം അമ്മ, നമുക്ക് പോവാം. ഉടനെ പോവാം. ചെറുക്കവിടെ പെയ്യാ? ചെറുക്കവിടെ പെയ്യാ? കരാട്ടയ്ക്ക് പോയമ്മ. കരാട്ടയ്ക്ക് പോയാ? കരാട്ടയ്ക്ക്. കരാട്ടയ്ക്കാ? അപ്പൊ ഇന്ന് അത് തന്നെ പോവാണ്. കഴിച്ചിട്ട് തന്നെ പോണോ? ഇല്ലില്ല, ഒന്നും കഴിച്ചില്ല. ഇനി വന്നിട്ട് ഉഴുന്നോടെ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളമ്മ. നിങ്ങൾക്ക് മോദകം തന്നില്ലേ, അതുപോലെ ഉഴുന്നോടെ വാങ്ങിച്ചു കൊടുത്ത് ഉഴുന്നോടെ തിന്നോണ്ട് പോയി. ഇപ്പൊ വന്നിട്ട് ഞാൻ ഇപ്പൊ ആഹാരം ഉണ്ടാക്കും. ചോറ് തിന്നില്ല, അല്ലാതെ പോയി. അല്ലാതെ പോവും? ഓ വിശക്കൂല്ലേ? ഇതിനൊന്നും വിശപ്പൊന്നും ഇല്ലമ്മ. അങ്ങ് പോ, വീട്ടിൽ പോ. ഷിഞ്ച ഇട്ടിരിക്കണം. അച്ഛൻ വന്ന് ഷിഞ്ച ഓഫ് ചെയ്യും കണ്ടില്ലെങ്കിൽ. എന്തിനെ വിശപ്പൊന്നുമില്ലേ അമ്മ? അതിന് വിശപ്പൊന്നും ഇല്ലമ്മ. 3 വർഷത്തോളം 24 വെയിറ്റിൽ തന്നെ ഇരിക്കും. അത് കഴിയുമ്പോഴത്തേക്കാണ് ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുക. വെയിറ്റ് വെക്കൂല ചെറുക്കൻ. എന്ത് ചെയ്യാ? ആഹാരം കഴിക്കൂല. ആഹാരം കഴിച്ചാലല്ലേ വണ്ണം വെക്കുള്ളൂ. ഞാൻ പോട്ടെ അമ്മ. നെല്ലിക്ക കള മക്കളെ എടുക്കണ്ട. അത് അഴുക്ക അതും കള. അത് പട്ടിയൊക്കെ നക്കിയത് കള. ഞാൻ പോട്ടെ അപ്പൊ. പിന്നെ നിങ്ങളിതിനെ കിടക്കി, ഞാൻ പോണു. എന്നാലും കൊള്ളാം ശോഭനെ. എന്നെ കൊണ്ട് പായും വാങ്ങിപ്പിച്ചിട്ട് കട്ടിലിൽ കയറി കിടക്കണം. നീ പോണേ പറഞ്ഞേ? ഞാൻ പോണു. നമ്മളെ പാട്ടിന് പോണേ. ലൈറ്റൊക്കെ അണച്ചിട്ട് കിടന്നോളി, ഞാൻ പോണു. ഞാനായോണ്ട് കൊള്ളാം കേട്ടാ. പോ ബാക്കിലെ പൈപ്പിന്ന് കാല് വാ.